അതുകൊണ്ടാണോ AMA എന്ന് പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്നുള്ള പാർട്ടി CPIM എന്നാണ് പറയാറ്. അങ്ങനെ പറഞ്ഞാൽ ഗോവിന്ദൻ മാഷ് ആരോടും ദേഷ്യം പിടിക്കില്ല, പിണറായി സഖാവും ആരോടും ദേഷ്യം പിടിക്കില്ല. പിന്നെ AMMA എന്ന് പറഞ്ഞത് ഒരു തെറിയല്ല, തെറ്റായൊരു വാക്കല്ല, ആ സംഘടനയുടെ പേരാണത്. അത് കൂട്ടി വിളിക്കേണ്ടവർക്ക് വിളിക്കാം, കൂട്ടാതെയും വിളിക്കാം, കൂട്ടത്തിലില്ലാത്തവർക്ക് കൂടാതെ വിളിക്കാലോ. ഞാൻ ആ കൂട്ടത്തിലില്ല. ഇതിന് വിയോജിപ്പുള്ളവരാണ് കൂടുതലായിട്ട് ഇതിനോട് ഈ പേര് കൂട്ടിച്ചേർക്കാതെ ഇതിനെ AMMA എന്ന് വിയോജിപ്പുള്ളതുകൊണ്ടാണല്ലോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്. പൂർണ്ണമായിട്ട് വിയോജിപ്പാണ്, വിയോജിപ്പുള്ളതുകൊണ്ടാണല്ലോ ഇറങ്ങി പോകുന്നത്. ഇപ്പം അതേപോലെ തന്നെ ഇൻഡസ്ട്രിയിൽ ഇപ്പൊ ടോക്ക് നടക്കുന്നത് സിനിമ എന്ന് പറയുന്ന മേഖല ഇവിടെയാണ്. സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡ് ആയിട്ടുള്ള മേഖലയല്ല. സിനിമ പണ്ടൊരു സിനിമ എന്ന് പറയുമ്പോൾ അഭിനയിക്കാൻ ഒരുപാട് കൊതിയുള്ളവരും സിനിമയിൽ വർക്ക് ചെയ്യാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈയിടെ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ലഹരിയായിട്ടുള്ള സെറ്റുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വാർത്തകൾ കാണുന്നതാണ്. ശരിക്കും സിനിമ എന്ന മേഖല ഒരു സെക്യൂർഡാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? വരുന്ന അല്ലെങ്കിൽ കുറെ യുവതലമുറയിലുള്ള കുറെ പേര് തന്നെ സിനിമ തന്നെ ബാക്കൗട്ട് ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ല, സിനിമ എന്നല്ല, ജീവിതം തന്നെ അങ്ങനെ സെക്യൂർഡായ ഒരു സാധനമല്ലല്ലോ. അങ്ങനെ ആരെയും തെറ്റിദ്ധരിക്കുന്ന തെറ്റല്ലേ. ഒരു നമ്മളിങ്ങനെ വളരെ സേഫായൊരു സ്ഥലത്ത് കൂടെ എത്തിയിട്ട് ഇങ്ങനെ ഇവിടെ എത്തില്ലല്ലോ. എനിക്ക് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിന്ന് തെന്നി വീണിട്ട് ഈ സൈഡിൽ കൂടിയല്ല നടക്കാൻ തുടങ്ങുന്നത്. അതിൻ്റെ ഉള്ളിലൊരു സാധനം, ജീവിതത്തിനുള്ളിലൊരു സാധനമാണ് സിനിമ. അതിൽ അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. അത് സിനിമയുടെ പ്രശ്നമല്ല. അത് പോകുന്ന ആളുകൾ കാര്യങ്ങൾ എങ്ങനെ മനസ്സിലാക്കുന്നു, ജീവിതത്തെ എങ്ങനെ നോക്കിക്കാണുന്നു, അവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ഓരോന്നിനോടുമുള്ളവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, സ്ത്രീകളോടുള്ളവൻ്റെ കാഴ്ചപ്പാട് എന്താണ്, അങ്ങനെയൊക്കെ ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും അയാളുടെ സുഖജീവിതത്തോടുള്ള അയാളുടെ കാഴ്ചപ്പാട് എന്താണ്, ലഹരിയോടുള്ള അയാളുടെ കാഴ്ചപ്പാട്. അതിനൊക്കെ അനുസരിച്ചിരിക്കും അയാളുടെ ജീവിതം സിനിമയിലും. അല്ലാതെ സിനിമയ്ക്കായിട്ടൊരു പ്രത്യേക ഒരു സ്വഭാവക്കേടൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരാളുടെ പേര് വരുമ്പോഴും എൻ്റയർ ആളുകളെയാണ് ബാധിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഇൻഡസ്ട്രി വർക്ക് ചെയ്യണോ, അപ്പൊ നീ ഇങ്ങനെ ആയിരിക്കും എന്നൊരു ടോക്ക് വരാറുണ്ട്. അവിടെ നിന്നൊക്കെ കാലം കുറെ മാറിയില്ലേ, തലമുറയിൽ നിന്ന് എല്ലാവർക്കും അറിയാറ്. ഇപ്പൊ അവിടെ നിന്ന് ഇപ്പൊ നമ്മള് എത്ര അധികം അങ്ങനെ ഒരു ചിന്താഗതിക്കുള്ള ഒരു കാലഘട്ടം നമ്മൾ വളരെ മുന്നോട്ട് പോയി. അത് സ്വാഭാവികമായിട്ട് ആളുകൾ പറയുന്ന ഒരു സാധനം. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ കുറവായ ആളുകൾ. അപ്പൊ സിനിമയിലുള്ള എല്ലാവരും അങ്ങനെയല്ലാന്ന് സിനിമക്കാർ പറയേണ്ട കാര്യമൊന്നുമല്ല. അല്ലാതെ തന്നെ എല്ലാവർക്കും അറിയാം എല്ലാവരും അങ്ങനെയൊന്നും അല്ല. നമുക്ക് എത്രയോ നല്ല നല്ല മനുഷ്യർ സിനിമയിൽ പ്രവർത്തിക്കും. ഇപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ വിയോജിപ്പ് എന്ന് പറഞ്ഞാൽ സംഘടനയുമായിട്ടാണ് വിയോജിപ്പുള്ളത്. ആ സംഘടനയിലുള്ള എല്ലാവരുമായിട്ട് ഞാൻ നല്ല സൗഹൃദത്തിലാണ്. അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. ഈ മലയാള സിനിമയിൽ ഒരുപാട് സംഘടനകളുണ്ട്. ഇപ്പോൾ തിരക്കഥാകൃത്തുക്കും നടന്മാർക്കും ഡയറക്ടേഴ്സിനടക്കം സംഘടനകളുണ്ട്. ഈ നടനും ഈ പ്രൊഡ്യൂസറുമായിട്ടുള്ള പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പേഴ്സണലി ജനങ്ങൾ വിചാരിക്കുന്നത്. ഇപ്പോൾ ഈടായിട്ട് തന്നെ ലിസ്റ്റിൻ ചീഫ് എന്ന പ്രൊഡ്യൂസർ ഒരു വേദി വെച്ചിട്ട് ഒരു നടന്റെ പേര് പറഞ്ഞിട്ടില്ല, പക്ഷെ ഒരു നടനെ പറ്റി ഇങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ ഇതിനൊരു തിരി കൊളുത്തിയിരിക്കാന്ന രീതി പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് ജനങ്ങൾക്ക് അറിയേണ്ട ഒരു ആവശ്യമില്ല. വ്യക്തിപരമായ പ്രശ്നങ്ങൾ ജനങ്ങളെ അറിയിച്ച് അത് വലിയ പ്രശ്നമാക്കുന്നു. 2-3 ചാനലുകൾ അല്ലെങ്കിൽ കേരളം മൊത്തം ആരാണ് ഈ നടൻ എന്ന രീതിയിൽ ചർച്ചയാകുന്നു. അങ്ങനെ ആവശ്യമുണ്ടോ വിചാരിക്കുന്നുണ്ടോ വേദിയിൽ? ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സാന്ദ്ര തോമസ് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇയാൾക്ക് മലയാള സിനിമ ഭരിക്കണം എന്നുള്ള ഒരു ചോയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ധാരണയിലാണ് ഈ രീതിയിൽ പറയുന്നത് എന്ന രീതിയിലാണ് സാന്ദ്ര പറഞ്ഞിട്ടുള്ളത്. എന്നാണ് ഹരീഷ് ചേട്ടന് പറയാനുള്ളത്? ആ പ്രത്യേക വിഷയത്തെ കുറിച്ച് എനിക്കറിയില്ല. ആ പ്രത്യേക വിഷയം എന്താണെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണ. ഞാനും നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നുണ്ട്. അതാണോ ശരി, അതല്ലാത്തതാണോ ശരി ഒന്നും നമുക്കറിയാം. എനിക്ക് പ്രത്യേക വിഷയത്തെ കുറിച്ച് ഒന്നും അറിയില്ല. എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ ഒന്ന് പറയാൻ കാരണം? അപ്പൊ ഞാൻ ചോദിച്ചതുപോലെ അവർ തമ്മിൽ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണോ, അവിടെ കോംപ്രമൈസ് ആവാത്തത് കൊണ്ട് ഒന്ന് പറഞ്ഞാണോ, എന്താണ് വിഷയം എന്ന് എനിക്കറിയില്ല. അത് 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 വ്യക്തികൾ തമ്മിലുള്ള വിഷയം എന്തിനാണ് ജനങ്ങളെ അറിയിക്കേണ്ടത് എന്നാണ് പലരും ചോദിക്കുന്നത്. ഈ ചോദ്യം എനിക്ക് ലിസ്റ്റിനോടൊന്ന് ചോദിച്ചു കൊടുക്കണം. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. നമ്പർ വേണം തരാം. ഹരീഷേട്ടാ, ഇപ്പോൾ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടില് പലരും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് പോകുന്നുണ്ട്. മലയാളത്തിലും അങ്ങനെ പലരും വന്നിട്ടുമുണ്ട്. ഇപ്പോൾ അഭിനയം വിട്ട് അവർ ജനപ്രവർത്തനത്തിലേക്ക് ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ജനകീയമായിട്ട് അവർ ഇറങ്ങുമ്പോൾ, അത് അവർക്ക് സക്സസ്ഫുള്ളി അത് കോമ്പേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനൊരു സത്യസന്ധമായിട്ട് തന്നെ പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ?
മലയാളത്തിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, അങ്ങനെ ആരെയും തോന്നിയിട്ടില്ല. നമുക്കിപ്പോൾ മലയാളത്തിൽ ഗണേശേട്ടനാണ് ഒരാളുള്ളത്. അദ്ദേഹം പാരമ്പര്യമായിട്ട് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കേരള കോൺഗ്രസ് എന്നുള്ള ആ ഒരു രീതിയിൽ വന്ന ആളാണ്. ഇങ്ങനെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടത്തിയിട്ടൊക്കെ ഉണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഏത്